ബലറാം, നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് മഹാരാജാക്കന്മാരൊക്കെ ഇതുപോലെ മാറുവേഷങ്ങൾ അണിഞ്ഞ് തന്റെ രാജ്യത്തിൽ ജനങ്ങളോടൊപ്പം കറങ്ങി നടക്കുമായിരുന്നു. എല്ലാം ശരിക്കും നടക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. അതിന് സാറ് മഹാരാജാവിന് ഒട്ടും കുറവല്ലല്ലോ. വേദ സിറ്റിയിലെ മഹാരാജാവ് സാറ് തന്നെയാണല്ലോ. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടത്? മര്യാദയ്ക്ക് ആ പെട്ടി എന്റെ കയ്യിലോട്ട് തന്നോ. മര്യാദയ്ക്ക് വാങ്ങിന്ന് വിട്. ആരെങ്കിലും വന്ന് രക്ഷിക്ക്. മോതിരമുള്ള എന്റെ വാങ്ങി തട്ടിയെടുക്കാൻ നോക്കുന്നേ. പോലീസ്, പോലീസ്. ഇദ്ദേഹത്തിന്റെ ബാഗ് തിരിച്ചു കൊടുത്തേ വേഗം. യു ആർ അണ്ടർ അറസ്റ്റ്. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. നിനക്കറിയോ, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ഹലോ, നിങ്ങൾ വേടിപ്പിച്ച അങ്ങനെ പോകുന്ന വ്യക്തികളൊന്നും അല്ല ഞങ്ങൾ. ശിവ, നീ എവിടെയാണപ്പോ? കുറെ കള്ളന്മാര് സ്വർണ്ണമോതലിലെ ബാഗ് അടിച്ചു മാറ്റി മാർക്കറ്റ് വഴി രക്ഷപ്പെട്ട് കളഞ്ഞു. അവരെങ്ങനെയും പെട്ടെന്ന് പിടിക്കേ. മര്യാദയ്ക്ക് ആ ബാഗ് ഇങ്ങ് തിരിച്ചു തരൂ അങ്കിൾ. വന്നോ, പിടിച്ചോ, ഇതാ എടുത്തോ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നീ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ എത്തിയോ കുട്ടി? അങ്കിൾ, നിങ്ങളെല്ലാവരും പൈപ്പിന്റെ അകത്ത് കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ കൂടി പറന്ന് വേഗത്തിലെത്താന്ന്. എന്താ പണി കൊള്ളാവോ? ചമൻ രമൻ രമൻ, പിടിക്കവനെ. എനിക്ക് ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ ബാഗ്.
വളരെ വളരെ ഉപകാരം മോനെ. ഇത്ര ചെറുപ്പത്തിൽ നീ എന്ത് നല്ല കാര്യങ്ങളാ മോനെ ചെയ്യുന്നത്. ഈ ബാഗിനകത്ത് വളരെ വിലമതിപ്പുള്ള മോതിരങ്ങളുണ്ട് മോനെ. താങ്ക് യു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്കിൾ. ഞങ്ങൾക്ക് പോവാൻ സമയമായി. മോനെ ഒരു മിനിറ്റ് മോനെ. അല്ല മോന്റെ പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് ശിവ എന്നാണ്. മോനെ ശിവ, നിന്റെ ഉള്ളിൽ അതിശക്തമായ വൈദ്യുതി പവറുണ്ട്. എന്റെ ഭാഗത്തു നിന്ന് ഈ മോതിരം നിനക്ക് ഗിഫ്റ്റായി തരുന്നു. ഈ മോതിരം ഉപയോഗിച്ച് നീ ആരെ ഇടിച്ചാലും അവൻ ജീവിതത്തിൽ പിന്നെ ആ ഇടി മറക്കത്തില്ല മോനെ. താങ്ക് യു അങ്കിൾ. ശിവ, നിന്റെ ആ മോതിരം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതെ, ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഒരു പ്രാവശ്യം ആ മോതിരം തന്നെ ഞാൻ എന്റെ പേരിലിട്ടിട്ട് അത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ശിവ, ദേ ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം ആ മോതിരം ഇട്ടിട്ട് ഇവിടെ ഇടിച്ചില്ലേ ഇപ്പോ? ആ മോതിരത്തിലുള്ള എസ് അടയാളം ഇവിടെ പതിഞ്ഞിരിക്കുന്നു, നോക്കിയേ. അതാണ് അന്നേരം അങ്കിള് പറഞ്ഞത്, നീ ഈ മോതിരം ഇട്ട് ആരെ ഇടിച്ചാലും അവരുടെ മുഖത്ത് എസ് അടയാളം ഉണ്ടാകുമെന്ന്. അപ്പോ അതിന്റെ അടുത്ത് ശിവ ഈ മോതിരം ഇട്ട് ആരെ അടിച്ചാലും ശിവയുടെ എസ് എന്ന ട്രേഡ് മാർക്ക് അവന്റെ മുഖത്തുണ്ടാകും. ബോസേ, ആ പെട്ടി ഞങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതാ. പക്ഷേ എവിടന്നേ ഒരു കൊച്ചു പയ്യൻ വന്ന് അതും തട്ടിപ്പറിച്ചോണ്ട് പോയി. പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ശരിക്കിട്ട് തരുകയും ചെയ്തു. പിന്നെ അവനെ തല്ലാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടാ. ഒരു കണക്കിനാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് കേട്ടാ ബോസേ, സത്യം. വിവരം കേട്ടവന്മാരെ കുട്ടിയെ കണ്ട് പേടിച്ചിരിക്കുന്നു. പേടി ഉണ്ടായിട്ടല്ല, അവന്റെ ഇടി സഹിക്കാൻ വന്നിട്ട് ഓടിക്കളഞ്ഞ ഞങ്ങൾ അവിടുന്ന്. അതേന്ന് അവനല്ല പന്നാലാല്, ഞാനാണ്. നിനക്കൊക്കെ എന്തുമാത്രം ട്രെയിനിങ് തന്ന് പഠിപ്പിച്ചതാന്നറിയോ? എന്നിട്ട് തോറ്റിരിക്കുന്നു കസ്മലന്മാര്. ഹീരാലാൽ ബോസേ, ആ കുട്ടിക്ക് 10 ആനകളുടെ ബലമാണുള്ളത് കേട്ടാ. ഹീരാലാൽ അവനല്ല, ഞാനാണെന്നറിയോ? നിങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാ സ്വന്തം ബോസിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തവന്മാര് കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചോണ്ട് വന്നേക്കുന്നു. ബോസ് ബോസ്, നിങ്ങൾ സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് ഒരിടത്ത് നിന്ന് സംസാരിക്ക്. അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലെന്ന്. മര്യാദയ്ക്ക് മിണ്ടാട്ടം നിർത്തിയിട്ട് വേഗം ചെന്ന മോതിരത്തിന്റെ ബാഗ് തട്ടിപ്പറിച്ചോ മോഷ്ടിച്ചോ എന്റെ കയ്യിൽ എത്തിയിരിക്കണം കേട്ടോ. ആ മനുഷ്യൻ ഈ നാട്ടിൽ എവിടെയാണ് താമസിക്കുന്നത് കണ്ടുപിടിക്ക്, മനസ്സിലായോ? ഇത്തവണ ഈ ലോഹാറിനെ കൂട്ടിക്കൊണ്ടു പോയിക്കോ. ഞാൻ ഒരുപാട് നിങ്ങളുടെയൊക്കെ കളികൾ കണ്ടുമടുത്തു കഴിഞ്ഞു. ലോഹാരേ, പറയൂ ബോസ്. ഇവന്മാരുടെ കൂടെ പോ. ഇവന്മാര് പറയും നീ എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ കയ്യിൽ നിന്നും ഇതുവരെ ഒരുത്തൻ പോലും രക്ഷപ്പെടാൻ കഴിയില്ല. വരൂ. ഹിരാലാൽ, പ്ലാൻ എ ശരിയായില്ലെങ്കിൽ ഇവിടെ പ്ലാൻ ബി റെഡിയാണ്, മറക്കണ്ടട്ടാ. എന്റെ ആചാര്യ, ഞാൻ എന്താ പറയാ, ആ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ വിലപിടിപ്പുള്ള എന്റെ മോതിരങ്ങളെല്ലാം നഷ്ടമായേനെ. അറിയോ അങ്കിൾ, നിങ്ങൾ ഇവിടെയോ? അല്ല ശിവ, നീയോ? നീ എന്താ ഇവിടെ? അത് ശരി, അപ്പോൾ താങ്കൾ ഈ കുട്ടിയുടെ കാര്യമാണോ പറഞ്ഞത്? ഇതാണ് എന്റെ ഗ്രാൻഡ് സൺ ശിവ. മറ്റുള്ളവരെ സഹായിക്കുക എന്നതാ ഇവന്റെ ഹോബി. അങ്കിൾ തന്ന മോതിരം അടിപൊളിയാണ് കേട്ടോ. ആരുടെ മുഖത്തെങ്കിലും അതുകൊണ്ട് ഇടിച്ചാല് ആ എസ് അടയാളം അങ്ങനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഞാൻ തന്നത്. ശിവയുടെ ഇടിയുടെ അടയാളം എല്ലാ ഗുണ്ടകളുടെ മുഖത്തും പതിഞ്ഞിരിക്കണം. കാരണം വീണ്ടും ഒരിക്കൽ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ കണ്ണാടിയുടെ നേരെ നോക്കുമ്പോ പെട്ടെന്ന് മനംമാറ്റം സംഭവിച്ചാലോ? ശിവ, ഇദ്ദേഹത്തിന് വീനസ് സിറ്റിയിൽ ഒരു ജ്വല്ലറി ഷോപ്പുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില ഗുണ്ടകൾ ചേർന്ന് ഇദ്ദേഹത്തിന്റെ കട ആകമാനം കൊള്ളയടിച്ചു. അതുകൊണ്ടാ വേദ സിറ്റിയിൽ വന്നത്. അങ്കിൾ, ചിലപ്പോ ആ ആൾക്കാരൊക്കെ വീനസ് സിറ്റിയുടെ ഗുണ്ടകളാണോ? ആർക്കറിയാം, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഇവന്മാരെ തട്ടിയെടുക്കുന്നെന്നും മനസ്സിലായില്ല. ആ ഒരു സംശയം എന്നിലുണ്ട്. നോക്കാം നമുക്ക് ഈ ബാഗിൽ എന്താണ് ഉള്ളതെന്ന്. ഞാൻ നോക്കിയിട്ട് ഇതിലൊന്നും കാണുന്നില്ല. അതേതായാലും നന്നായി, എല്ലാം ശരിക്കു തന്നെ ഉണ്ടല്ലോ. ഈ സന്തോഷ അവസരത്തിൽ ഞാനൊരു പുതിയ പാട്ട് പാടിക്കേൾപ്പിക്കാം.
ഓ എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഒരു പാട്ട് എന്തായാലും പാടിയേ തീരൂ. എന്റെ ആചാര്യ, നിങ്ങൾ ഇതുവരെ പാട്ട് പാടുന്നത് നിർത്തിയില്ലേ? പാട്ട് പാടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനർജി വർദ്ധിപ്പിക്കുകയാ. പാട്ട് പാടുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഇത്രയും ഫിറ്റും ഫൈനുമായിരിക്കുന്നത്. ശിവ, നിങ്ങൾ പോയി നന്നായി കളിച്ചോളൂ. ഞാൻ ഇവിടെ ഇരുന്ന് ഇയാളുടെ പാട്ട് കേക്കട്ടെ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ കേട്ടതാ, അതിനുശേഷം ഇപ്പോഴാ ഭാഗ്യം കിട്ടിയത്. നിങ്ങൾ എല്ലാവരും ശരിക്കു കേട്ടോളൂ. ഇതിനാണ് പറയുന്നത് ശരിയായ സുഹൃത്ത് ബന്ധം. എന്റെ സുഹൃത്തെന്റെ വീട് തേടി വന്നു. പാട്ടൊന്ന് നിർത്തിയേ. മച്ചാ, എനിക്ക് വേണ്ടി നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാടുന്നൊന്നും നിർത്തുന്നുണ്ടോ? ശിവ, നിങ്ങൾ എല്ലാവരും പോയി റെസ്റ്റ് എടുത്തോളൂ. ഞാൻ കേട്ടോളാം ഇയാളുടെ പാട്ട്. ഒരുപാട് വർഷങ്ങളായി ഇതൊന്ന് കേട്ടിട്ട്. നിങ്ങൾ അകത്തേക്ക് പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിന്ന് നോക്കിക്കോളാം. എന്തു പറ്റി ഡോഗി? എന്തിനാ നീ ഇങ്ങനെ കുറയ്ക്കുന്നേ? അല്ല അങ്കിൾ, നിങ്ങൾ ഇവിടെ എത്തിയോ? എന്നാ വരൂ, നല്ല പോലെ ചായ കുടിച്ചിട്ടൊക്കെ പോവാം. ബെഡറാം, താനിത് കണ്ടോ? ശിവയോടൊപ്പം കുറെ ഗുണ്ടകള് ഫൈറ്റ് ചെയ്യുന്നത്. താൻ വേഗം വന്നേ ബെഡറാം. ശരി സാർ. നീ എന്തായി കാണിക്കുന്നത്? വേണ്ട, പുറകെ വരല്ലേ ഡോഗി. ഞാനൊരു പോലീസുകാരനാണ്, എന്നെ കടിക്കാൻ നോക്കല്ലേ. വിടാനല്ല പറഞ്ഞ്. ഓടിക്കോ. ശിവ, ഹെൽപ്പ് ചെയ്യേ. അവരെന്റെ സുഹൃത്തിനെ കൊണ്ടുപോകുന്നു. ശിവ, ഒന്ന് വേഗം താഴേക്ക് ഇറങ്ങ്. വേണ്ട, ഓ ഈ ഡോഗിക്ക് വേറെ ആരും കിട്ടിയില്ലേ? നിനക്കെന്നെ കടിച്ചത് ഞാൻ മതിയായില്ലേ? ഹേയ്, പോകല്ലേ. ശിവ, നീ വിഷമിക്കരുത്. ഞങ്ങൾ നിന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. വേഗം വാ, വീനസ് സിറ്റിയിലേക്ക് പോവാൻ ട്രെയിൻ തയ്യാറായിട്ട് നിൽക്കുവാണെന്നേ. നമുക്ക് ട്രെയിനിൽ പോവാം. എന്തേ? ആ പയ്യൻ വരുന്നുണ്ട്. ഞാൻ ആ പയ്യനെ തടഞ്ഞോളാം. നിങ്ങൾ വേഗം പോവാൻ നോക്ക്. കേറ്.
വാ, വേഗം പോ. പ്രശ്നം. പൊട്ടിപ്പോയോ? ശിവ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ അങ്കിളിനെ രക്ഷിക്കാൻ നോക്ക്. ആ, സാറേ അതാണ് ശിവ. ഈ ചെറുക്കൻ ഭയങ്കര അപകടം പിടിച്ച സാധനമാന്നേ. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സൈക്കിളിൽ വന്നെന്ന് കരുതി ട്രെയിനിന് മുന്നിലെത്താൻ പറ്റുമോ? ബൈ ബൈ ശിവ, ബൈ ബൈ. ആഹാ, കിട്ടിപ്പോയി കിട്ടിപ്പോയി. കോടികൾ വിലമതിക്കുന്ന മോതിരം കിട്ടിപ്പോയി. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ എന്റെ പുറകെ നടന്നത്? എന്റെ കട മുഴുവനും നിങ്ങൾ നശിപ്പിച്ചു. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ മോതിരം കൊണ്ടുവന്ന് തന്നേനെ. തകടേ, നിങ്ങളുടെയൊക്കെ മുഖത്ത് എന്താടാ എസിന്റെ അടയാളം? അത് എങ്ങനെയാ വന്നേ? ഓ, ഉം. ബോസ്, ഇതാ ചെറുക്കൻ തന്ന അടയാളോട് ഇടിച്ച് പിഴിഞ്ഞ് ഉണക്കി എടുത്തില്ലേ അവൻ. അവന്റെ ഇടി കിട്ടിയ പോക്ക. അവൻ പറഞ്ഞെന്തറിയോ? ചായ കുടിച്ചിട്ട് പൊക്കോളായി. ചായ കുടിക്കുന്ന സമയത്ത് ഇത്ര ഇടി കിട്ടിയെങ്കിൽ ലഞ്ചിന്റെ ഡിന്നറിന്റെ സമയത്ത് അവന്റെ ഇടി എന്തായിരിക്കും? പേടിയാവുക. ഇതാ കുട്ടിയാണോ? എന്റെ അമ്മോ, ഇത് മനുഷ്യക്കുട്ടിയല്ല. ഇത് വേറെ ആരോ ആണ്. അങ്കിൾ അവിടെ നിക്ക്. എന്തിനാ ഇരിക്കുന്നേ? ചെന്ന് ഫൈറ്റ് ചെയ്യ. ഞങ്ങൾ ഇവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് മേടിച്ചതാ. ഇനി ഞങ്ങൾക്ക് ഇടി കൊള്ളാനുള്ള ശേഷിയില്ല. ഞങ്ങക്ക് വയ്യ. ഇനി പറയൂ, ആരെങ്കിലും ഉണ്ടോ ഇടികൊള്ളാൻ? നോക്ക്, ഇതാണ് ഞങ്ങളുടെ ബോസ് ഹീരാലാൽ, ഇത് പന്നാലാൽ. ഇനി ഇവര് ഫൈറ്റ് ചെയ്തോളുന്നേ. ഞങ്ങള് നിന്റെ അടുത്ത് സറണ്ടർ ആയിക്കോളാം. ഞങ്ങൾ സ്മഗ്ലേഴ്സ് ആണ്, അല്ലാതെ ഫൈറ്റേഴ്സ് അല്ല. പിന്നെന്തിനാ നിങ്ങൾ അങ്കിളിനെ ശല്യം ചെയ്യുന്നത്? ഞങ്ങളെ പോലീസിന്റെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി ഈ വിലപിടിപ്പുള്ള മോതിരം ഉണ്ടല്ലോ, അയാളുടെ ബാഗിലാണ് ഒളിപ്പിച്ചു വെച്ചത്, അല്ലാതെ വേറൊന്നുമില്ല. പോലീസുകാരെ കയ്യിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ശിവ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഡോണ്ട് വറി. ഇനി ഇവന്മാർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. എന്റെ ശിവസാറേ, ഈ എസിന്റെ അടയാളം എങ്ങനെയാ പോകുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? എനിക്കറിയില്ല. ആ കാര്യം മഹേഷ് മരി അങ്കിളിന് മാത്രമേ പറയാൻ പറ്റൂ. ഇതൊരിക്കലും പോവില്ല.